ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് റേഷനരി വെച്ചിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിലുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇത്. ഈ പുട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ദിവസം മുഴുവൻ സോഫ്റ്റായിട്ടിരുന്നോളും. പിന്നെ നമ്മളിതിൻ്റെ പുട്ടുപൊടി വറക്കുകയോ നനയ്ക്കുകയോ ഒന്നും വേണ്ട. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കൂടെ നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുകിയ ചാറോട് കൂടിയ കടലക്കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അരിയൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് റേഷനരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. നന്നായിട്ട് ചെളിയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് വെള്ളം മാറ്റി മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരിയൊക്കെ ഞാൻ ഒരു 5-6 വെള്ളം മാറി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാൻ രാവിലത്തേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് രാത്രിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടെ തന്നെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. കടലയും ഞാനൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണേ. ഇപ്പം നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയ്ക്കകത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ അരിയെല്ലാം ഞാൻ ഈ അരിപ്പയ്ക്കകത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 5 മിനിറ്റ് കൂടുതലാവാൻ പാടില്ല. നമ്മുടെ അരി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകില്ല. കുറച്ച് വെള്ളം ഇരിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ അരി ഒരു മിക്സിയുടെ ജാറിലോട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് ഞാൻ അരി ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഒന്നാമത്തെ ബാച്ച് അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി അരിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റേഷൻ അരി കൊണ്ടുള്ള പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഉടയ്ക്കുമ്പോൾ അത് പൊടിഞ്ഞും കിട്ടണം. അതാണ് പുട്ടുപൊടിയുടെ കറക്റ്റ് പരുവം. അപ്പം നമ്മളിത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടിക്കകത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ആ ജീരകം ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് ആ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം കൂടെ പുട്ടിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ പുട്ടിന് കിട്ടുന്നത്. അപ്പം ഉപ്പും ജീരകവും തേങ്ങ ചിരകിയതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പുട്ടുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഞാൻ ആദ്യത്തെ ഒരു ലെയർ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിക്കിക്കൊള്ളിച്ച് വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം പുട്ടുപൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് പുട്ടിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ കുക്കറൊക്കെ നേരത്തെ ഇത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുട്ട് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. പുട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയും കൂടെ ഉണ്ടാക്കാം. കുക്കറിലാണ് ഞാൻ കടല വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത്. അത് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ 2 പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊരു 6 വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ചൂടായിട്ടുള്ളൊരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ഏലയ്ക്ക, ഒരു കുഞ്ഞു പീസ് കറുകപ്പട്ട, 2-3 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പെരുംജീരകം, ഏലയ്ക്ക, ഗ്രാമ്പൂ മിക്സാണ്. അത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഞാൻ കടല വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു 6 വിസിലടച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ കടലയും കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങാക്കൊത്തിൻ്റെ കളർ ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ, കടല, നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ പച്ചയ്ക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള, വറുത്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ നമുക്ക് ഒരു 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ വെന്ത മസാലയിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ച് നമുക്കെടുക്കാം. ഇതിൻ്റെ ചാറൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എനിക്ക് പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാറ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ചാറങ്ങ് കുറയ്ക്കുന്നില്ല. അപ്പം കടലക്കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കിതിലോട്ട് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാറൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ കടലക്കറി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറി റെഡിയാണ്. അപ്പോഴേ നമ്മൾ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കടലക്കറിക്ക് വന്നത്. അപ്പോൾ നമ്മുടെ പുട്ടിനും ആവി വന്നിട്ടുണ്ട്. പുട്ട് ആവി വരാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പുട്ട് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ റേഷനറി കൊണ്ടിട്ടുള്ള പുട്ടും ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടും കടലക്കറിയും കൂടെ കൂട്ടി ഒന്ന് കഴിക്കാം. ഇപ്പം കണ്ടില്ലേ, കടലക്കറി ഒന്ന് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒരുപാട് വറ്റിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം പുട്ടിൻ്റെയും കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.